എത്രണ്ണം കിട്ടി? പെടക്കണ രോഹു 1 2 4 എണ്ണം കിടക്കാച്ച് സാധനം. ഹേ ഹലോ മച്ചന്മാരെ, പാകോ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വലയെന്ന് പിടിച്ച 4 രോഹുവാണ്. 1 2 4 രോഹു, നല്ല പെടക്കണ രോഹു. അപ്പോൾ ഇന്ന് നമുക്ക് ഇവന്മാരെ ഗ്രില്ലടിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ 4 പേരെ നമുക്ക് വൃത്തിയാക്കി നല്ല സുന്ദര കുട്ടുപ്പന്മാരാക്കി എടുക്കാം. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നല്ല മഴയായതുകൊണ്ട് നമുക്ക് ടാർപ്പ കെട്ടി ആദ്യം ഇവിടെ എല്ലാം സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ടാർപ്പയൊക്കെ വലിച്ച് മുകളിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴ ഇപ്പം കുറച്ച് മാറി നിൽക്കുക. അപ്പോൾ നമുക്ക് അടുപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിച്ചെടുക്കാം. കത്തിച്ച് കനലൊന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് മീനെ റെഡിയാക്കി വെക്കാൻ. ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം. കനൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കത്തി വരുമ്പോഴത്തേനും നമുക്ക് മീനിൻ്റെ അതിൽ മസാല വരട്ടിയെടുക്കാം. കിടിലൊരു മഴ അവിടുന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ മീൻ മസാല വരട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കുക. പിന്നെ ഇതിനകത്തിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ വരട്ടെ. മഴ വീണു. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് ചാലിച്ചെടുക്കാം. ലേശം പച്ചമുളക് ഇട്ടും കൂടെ അരച്ചും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ചാലിച്ചെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ചാലിച്ചത്. അതാകുമ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കും. ഇനി നമുക്ക് നമ്മുടെ രോഹു കുട്ടന്മാർക്ക് ഇതിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അകത്തും പുറത്തുമൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഇവന്മാരെ ഇങ്ങനെ തേച്ച് കുട്ടപ്പന്മാരായിട്ട് വെക്കാം. തലയിലും കാലിലും കയ്യിലും. ഇനി നമുക്ക് ഇവനെ കനലിനകത്ത് വെച്ച് കൊടുക്കാം. പെരിയെ നമുക്ക് ഇവനെ കനലിനകത്തിലോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിനെ തിരിച്ചിടാം. ഈ സൈഡ് നല്ല ഡ്രൈ ആയി. നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മുടെ രോഹു കുട്ടന്മാർ നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ പാത്രത്തിലേക്ക് എടുത്തിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാം നമ്മുടെ ഗ്രില്ലിൽ പിടിച്ചിട്ടുണ്ട്. മൈ ഗാഡ്, നമ്മുടെ രോഹുവൊക്കെ നല്ലപോലെ വെന്ത് ഗ്രില്ലിൻ്റെ അതിലൊക്കെ അങ്ങ് പറ്റി. അതുകൊണ്ട് വരുന്നുണ്ട് എല്ലാം അടർന്നടർന്നായിരുന്നു. ആഹാ,
അപ്പോൾ നമ്മുടെ രോഹുക്കുട്ടന്മാരെ നല്ലപോലെ ഗ്രില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ എല്ലാം പൊട്ടി പോയി, കാരണം വെന്ത് നല്ലപോലെ ഗ്രില്ലിനകത്ത് പിടിച്ചായിരുന്നു. അപ്പോൾ നമുക്കിനി കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാധനം. സാധനം എന്തായാലും കിഡിലിനായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. സാധനം അടിപൊളിയാണ്, കിടുവാണ്. കഴിച്ചു നോക്കാൻ ഇന്ന് കൂടാരുമില്ല. എന്തായാലും സംഭവം കിടുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.